അടുത്തരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരമാണ് നമ്മുടെ പാവങ്ങളുടെ ചക്രവർത്തി യാത്രി മധു സാറ്. അദ്ദേഹത്തിൻ്റെ ശബ്ദം ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുകയാണ്. മധു സാറ് വീണെന്ന് വിളിക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ കവാടം തുറക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. എൻ്റെ പെങ്ങളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളാണ് നടപറ്റി. പക്ഷേ നീ ഒരു ദിവസമെങ്കിലും അവരെ മനസമാധാനമായിട്ട് ഉണ്ണാനോ ഉറങ്ങാനോ സംഭവിച്ചിട്ടില്ല. ഇന്ന് അവരുടെ ജീവിതം കരിവീരൻ്റെ ജീവിതമാണ്. പൊക്കോൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ ജീവിതം, അനുഭവങ്ങൾ, പാഴ്ചകൾ. എനിക്ക് നിന്നെ കാണണ്ട. അടുത്ത ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടില്ലേ, നമ്മുടെ ലാലിൻ്റെ ശബ്ദം. അതെന്ന് വെച്ചാൽ അദ്ദേഹം രാജാവിൻ്റെ മകനെന്ന സിനിമയിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രം. അതൊക്കെ ടെക്നിയാണ്. ഇതൊക്കെ ഒരു വെറൈറ്റിയാണ്. അർസിൽ എന്താ തെറ്റ് ചെയ്തത്? ഒന്നുമില്ല. നമ്മൾ തമ്മിൽ കണക്കിൻ്റെ കടപ്പാടുകളുടെ ആവശ്യമില്ല. അർസിക്ക് എപ്പോഴെങ്കിലും തിരിച്ചു പോകാം. ഒന്നോർത്താണ് അർസി തിരിച്ചു പോകുന്നോർത്താണ്. മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നല്ല യാത്രികം. ഒരിക്കൽ രാജമോഹൻ എന്നോട് ചോദിച്ചു, അങ്കുൾ രാജകുമാരാണെന്നോ? അതെ, അയ്യോ ഫ്രണ്ട്സ്, ചെങ്കോലം കിരീടമില്ലാത്ത രാജാവൻ മകൻ. ആർസിക്ക് ഏത് പാതിരാത്രിയിലും എന്നെ വിളിക്കാം. മൈ ഫോൺ നമ്പർ 1 2 3 4. അപ്പോൾ എല്ലാം പുറത്തു പോലെ. അടുത്ത ഒരു നടനെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും മലയാള സിനിമയിൽ വലിയൊരു നടനാണ് തിലകക്കുറി ചേർത്തിയ നമ്മുടെ തിലകഞ്ചാണ്. പിന്നെ തോമായോട് ഈ വരുന്ന 14-ാം തീയതി പറയിൽ പള്ളിയിൽ വെച്ചിട്ട് ജാൻസിമോടെ കല്യാണമാണ്. കെട്ടുകഴിഞ്ഞ് എൻ്റെ വീട്ടിൽ സദ്യ. സമയവും സൗന്ദര്യവും ഉണ്ടെങ്കിൽ നിനക്ക് പങ്കെടുക്കാം. പിന്നെ മക്കളെ, നമ്മളൊക്കെ വന്നുപെട്ട വഴിയിൽ തിരിച്ചു പോക്ക് അത്ര എളുപ്പമല്ല. സമ്മതിക്കില്ല, ആരും അത് അംഗീകരിക്കില്ല. അത് കുറേ നന്നായിരിക്കുന്നു കേട്ടോ. എനിക്ക് വേഗം കൂടെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ സമയം എനിക്ക് അതിക്രമിച്ചിരിക്കുക. എനിക്ക് അടുത്തൊരു മീറ്റിങ്ങിന് പോകണം. അതുകൊണ്ട് നിങ്ങളോടൊക്കെ മുന്നിൽ വരാനും ഈ വേദിയിൽ വരാനും വേഗം കൂടെ ഒരു കാരണക്കാരനായി. നന്ദി, നമസ്കാരം. അടിപൊളി 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 അടിപൊളി.